2 നൂറ്റാണ്ടുകാലം വെള്ളക്കാരന്റെ ബൂട്ടിനടിയിൽ അടിമത്തത്തിന്റെ മുഖം പേറി കഴിഞ്ഞിരുന്ന ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണകൾക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ടീം കൈറ്റ്സ് അവതരിപ്പിക്കുന്നു ആസാദി. നാടകരചനാ സംവിധാനം അമൽ ജോൺ. രാമേട്ടാ, ഒരു ചായ. സുധാകര, വാ ഇരി. ഇവിടെ പോയിട്ട് വരുന്നു രാവിലെ? നമ്മുടെ പരിചയക്കാരനൊരു പയ്യൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടേ. അവനെ എനിക്കൊരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് മേടിക്കാനായിട്ട് പോയതാ. നാളെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് സാധനം കിട്ടില്ലല്ലോ. ഒരു മുൻകരുതൽ അത്രേ ഉള്ളൂ. ഓ, നാളെ ഇതും കൊണ്ടിരിക്കാനുള്ള പരിപാടിയല്ലേ? അല്ലാതെ പിന്നെ ഇതിന്ന് 2 അടിച്ച് ടിവിയിൽ പരേഡൊക്കെ കണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, ദേശസ്നേഹമൊക്കെ പെരുവരലിൽ നിന്ന് കയറി വരും. അല്ലേലും നമ്മുടെ ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ സുധാകര. സുരയ്യകുമാർ ആണല്ലോ മുന്നിൽ. കമ്പനിപ്പടികൾ സമരം തുടങ്ങുക ഇന്ന്. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായടോ. അവരുടെ മുദ്രാവാക്യം കേട്ടോ രാമേട്ടാ? ആസാദി, സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള ആഹാരം പോലും കഴിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തവന്റെ നാട്ടില് സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നൊരു ജനത. എന്നിട്ടും നാളെ നമ്മൾ ആഘോഷിക്കുന്നു നാടിന്റെ സ്വാതന്ത്ര്യദിനം. സമരം നീണ്ടുപോകാനാ സാധ്യത. എന്തായാലും ഇനി കുറച്ച് ദിവസം നല്ല ബഹളമായിരിക്കും ഇവിടെയൊക്കെ. നാളെ മുതൽ ചായക്ക് കുറച്ച് പാല് കൂടുതൽ മേടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ക്ഷീരമുള്ളോരകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എന്താ? ഒന്നുമില്ലേ, ഒരു പഴമൊഴി ചൊല്ലിയതാണേ. രാമേട്ടാ, പോലീസ് വണ്ടിയല്ലേ വരുന്നത്? അതല്ലോ, പോലീസാണല്ലോ അത്. സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ അടി വീഴുമെന്നാ തോന്നുന്നത്. പോലീസ് വലത്തെ വഴിയിലോട്ട് കയറിപ്പോയല്ലോ. അപ്പോ കാട്ടിലേക്കാ. കാട്ടിലേക്കോ? അതേടോ, കാട്ടിലേക്ക്. ഒരുത്തൻ കാട്ടിലോട്ട് കയറിട്ടുണ്ടെന്ന് പത്രത്തിലുണ്ടായിരുന്നു. അവനെ തിരഞ്ഞിറങ്ങിയതാവും പോലീസ്. അതെന്താ സംഭവം? മണിയൻ എന്ന് പേരുള്ള ഒരുത്തനാ. അവന്റെ മോളെ പീഡിപ്പിച്ചവനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ വെട്ടി നുറുക്കി കാട്ടിൽ കയറി രക്ഷപ്പെട്ടു. 2 ദിവസമായി പോലീസ് കാടരിച്ചു പെറുക്കുക. പൊടി പോലും കിട്ടിയില്ല. പീഡനത്തിന് നമ്മുടെ നാട്ടിൽ ശിക്ഷയൊന്നുമില്ലല്ലോ. അപ്പൊ കാട് കയറിയവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രാമേട്ടാ. സാറേ, നിങ്ങൾ ഇന്നും വന്നോ? ഇന്നലെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നും ഇങ്ങോട്ട് വരണ്ടാന്ന്. നേരെ വിളിക്കാൻ കാത്തിരിക്കുക. ഓരോ അപേക്ഷയും പൊക്കി പിടിച്ച് സർക്കാർ ഓഫീസ് കയറാൻ. സാറേ, വേറൊരു വഴിയിലാഞ്ഞിട്ടാ ഞാൻ. എങ്ങനെ വഴിയുണ്ടാകും? ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ ചെയ്യും. നേരെ റവന്യൂ വകുപ്പിൽ പോയി ഞാൻ പറഞ്ഞ പേപ്പർ ശരിയാക്കി ഇങ്ങ് കൊണ്ടുപോവാ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം. സർക്കാർ കാര്യങ്ങളല്ലേ, അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ. അല്ലാതെ രാവിലെ വന്ന് എന്റെ മുന്നിൽ കൈയും കുപ്പി ഇങ്ങനെ നിന്നാലൊന്നും നിങ്ങൾക്ക് വനഭൂമി കിട്ടാൻ പോകുന്നില്ല. സാറേ, എന്റെ അവസ്ഥ അറിയാലോ. എന്റെ കുഞ്ഞിന്റെ കൂടെ ആശുപത്രിയിൽ കൂട്ടിയിരിക്കേണ്ടവളാ ഞാനിപ്പോ. എന്നിട്ടും സാറിന്റെ മുന്നിൽ ഈ അപേക്ഷയും കൊണ്ട് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത് എന്റെ ഗതികേട് കൊണ്ടാ. നിന്റെ മോളെ ഒരുത്തം പീഡിപ്പിച്ച് ആശുപത്രിയിൽ കിടക്കുവാനും അവനെ കൊന്ന് നിന്റെ കെട്ടിയാൻ കാട്ടിൽ കയറി രക്ഷപ്പെട്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊന്നും നിനക്ക് സർക്കാർ ഭൂമി കിട്ടാനുള്ള യോഗ്യതയൊന്നും അല്ലല്ലോ. അപ്പൊ നീ ചെന്ന് ഞാൻ പറഞ്ഞ പേപ്പർ എല്ലാം ശരിയാക്കി കൊണ്ടുവാ. ബാക്കിയൊക്കെ നമുക്ക് അപ്പ ആലോചിക്കാം. അവിടൊക്കെ ചെല്ലുമ്പോ ഇവിടെ നിന്ന് ആദ്യം കടലാസ് ശരിയാക്കി കൊണ്ടുവരാൻ പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മടുത്തു സാറേ. മുന്നിൽ വരുന്ന ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്നല്ലേ സാറേ മന്ത്രി പോലും പറഞ്ഞിട്ടുള്ളേ. ജനങ്ങളുടെ കൈയ്യടി കേട്ട മന്ത്രിമാരങ്ങനെ പലതും പറയും. അതൊക്കെ വെറും കവലപ്രസംഗം. അതൊക്കെ കേട്ട ആരും സർക്കാർ ഓഫീസിലേക്ക് വരരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ മുറക്കെ കാര്യങ്ങൾ നടക്കൂ. എടോ മൈക്കിളെ. ദിവാകരനോ, വാ ഇരി. സാറേ, എന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന്. ശുഭേ, നിങ്ങൾ പോയി ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് വാ. അല്ലാതെ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ പ്രസാദിച്ച് വരാൻ തരാൻ ഞാൻ ദൈവമൊന്നുമല്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകത്തെ? ഇനി ഇവിടെ നിന്ന് എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വെറുതെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. ആരാ അത്? ഒന്നും പറയണ്ടെന്റെ ദിവാകരേട്ടാ. ഒരു അയ്യോപാവം കേസാ. 5 സെന്റ് വനഭൂമി വേണമെന്ന് പറഞ്ഞ് കുറെ മനുഷ്യനെ മെനക്കെടുത്തുന്നു. അതൊക്കെ പോട്ടെ, താൻ രാവിലത്തെ TV വാർത്ത കണ്ടോ?
ഞാൻ കാട് കയ്യേറിയെന്ന് പറഞ്ഞ അവന്മാരെന്നെ ഇരുത്തി പൊറിപ്പിക്കുന്നില്ല. ചാനലുകാരാണ് ക്യാമറയും കുന്തവുമായി എന്റെ വീട്ടുപടിക്കൽ കാത്തു കിടക്കുക. അവന്മാരുടെ കണ്ണ് വെട്ടിച്ച് പിന്നാമ്പുറത്തെ വഴി കൂടെ ഇറങ്ങാൻ ജാമ്പെട്ട പാട്. എന്തേലും അന്വേഷണം വരുവോടൂ. ഏതാണ് ഈ സബ് കളക്ടർ? നമ്മുടെ ട്രൗസർ കേറാത്തവരേമാൻ. ദിവാകരേട്ടൻ പോയി 10-20 ഏക്കർ കൂടെ വേണ വേലി കെട്ടി തിരിച്ചോ. എന്നിട്ട് അവിടെ റിസോർട്ടോ ബംഗ്ലാവോ എന്താന്ന് വെച്ചാ അങ്ങ് പണി. ആരാ ചോദിക്കാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ സബ് കളക്ടർ പയ്യന്റെ കളിയാ. സർവീസ് കയറി തിളപ്പിന് ചെയ്യുന്നതാ ഇതൊക്കെ. നമ്മൾ ഇതത്ര കണ്ടിരിക്കുന്നത്. ഈ മൈക്കിൽ ഇവിടെ DF ആയിരിക്കുന്നിടത്തോളം കാലം ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ദിവാകരേട്ടനെ ഒരുത്തിനൊന്നും ചെയ്യില്ല. അത് പോരെ. ഓ, തന്നെ പോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണോ എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് ഏക ആശ്രയം. രാത്രി നമുക്കൊന്ന് കൂടണം. ഒത്തിരി ആയില്ലേ അല്പം മ്ലാവിറച്ചിയൊക്കെ കുട്ടി രണ്ടെണ്ണം അടിച്ചിട്ട്. ഏയ് ഇന്ന് നടക്കില്ല. കാട്ടിൽ കയറിയ മണിയനെ തരാൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. രാത്രി അവരോട് കൂടെ കാട് കയറണം. നാട്ടിൽ വിളിക്കാൻ ഇടമില്ലാഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ കാട്ടിൽ വന്ന് കയറിയേ. ബാക്കിയുള്ളവർക്ക് പണി തരാൻ അവര് വന്നെന്താ തോന്നുന്നത്. ദിവരട്ടം പോക്കോ, നമുക്ക് പിന്നെ കാണാം. എന്നാ ഫ്രീ ആകുമ്പോ വിളിക്കും. ഈ DFO മൈക്കിൾ, ഞാനാണ് സർ. ഞാൻ SP കാളൂർ ബാസി. അറിയാം സർ. ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാലോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് മണിയനെ കാട്ടിൽ തിരിയാണ് ഞങ്ങൾ. അവൻ ഉൾക്കാട്ടിലേക്ക് കയറിയതായിട്ടാണ് സംശയിക്കുന്നത്. ഇവിടെയുള്ള ആദിവാസികളുമായി ചേർന്ന് ചർച്ച ചെയ്താൽ അവനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ കാര്യത്തിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഹായം ഞങ്ങൾക്ക് വേണം. തേനും മറ്റും എടുക്കാൻ കാട്ടിൽ കയറുന്ന ആദിവാസികൾക്ക് ഈ കാട് വളരെ നന്നായി അറിയാം. പക്ഷെ അതിലും നന്നായി കാട് കയറിയ മണിയനെ ഈ കാടിനറിയാം. ഞാനിവിടെയുള്ള ആദിവാസികളുമായി സംസാരിച്ചിരുന്നു. മണിയനെ പിടിക്കാൻ അവർ കാട് കയറില്ല. അവരുടെ മുന്നിൽ മണിയനെന്ന് വീരപുരുഷനാണ്. നാടിന്റെ നിയമമല്ലല്ലോ സർ കാടിന്റെ നിയമം. അവൻ ഏത് വീരപുരുഷനാണേലും കയ്യമ്മം വെച്ച് ഞാൻ നടത്തിക്കും ഈ മലയുടെ അടിവാരത്തിലേക്ക്. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഈ കാട് കയറും. അതിനു മുമ്പ് ആ പെൺകുട്ടി കിടക്കുന്ന ആശുപത്രിയിലേക്ക് എനിക്കൊന്ന് പോകാം. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു ഡോക്ടർ. ഞാൻ SP കാളൂർ ബാസി. ആ പെൺകുട്ടിക്കിപ്പോ നോ ഹോപ്പ്. നല്ല ഹെഡ് ഇഞ്ചുറി ഉണ്ട്. കൊല്ലാൻ വേണ്ടി തന്നെ പെൺകുട്ടിയുടെ തലക്കടിച്ചതാ. 7 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാ. എന്നിട്ട് പോലും ഇറ്റ് വാസ് എ ബ്രൂട്ടൽ റേപ്പ്. ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ? സോറി, കാണാതിരിക്കുന്നതാ നല്ലത്. ആ കുട്ടിയുടെ കണ്ടീഷൻ അത്ര നല്ലതല്ല. കുട്ടിയുടെ അമ്മ പുറത്ത് കാണും. അവരെ വേണേ കണ്ടോളൂ. പക്ഷേ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറണം. വേണ്ട ഡോക്ടർ, ഞാൻ ഇറങ്ങുക. മണിയനെ തിരക്കി ഞങ്ങൾ ഇന്ന് കാട് കയറും. അതിനു മുമ്പ് ഇവിടെ വന്നൊന്ന് വിവരം തിരക്കിയിട്ട് പോകാന്നായിരുന്നു. ശരി ഡോക്ടർ, കാണാം. സാറേ, യെസ്. എന്നെ മനസ്സിലേക്ക് കാണില്ല അല്ലേ? അകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് സാറേ. അവളുടെ അമ്മയാ. ഓ, ശുഭ. എനിക്ക് മനസ്സിലായി. ഇവിടെ വരെ വന്നിട്ട് സാറിന്റെ മോളൊന്ന് കാണാതെ പോവാണോ? ഇതുപോലെ പല പെൺകുട്ടികളും നമ്മുടെ നാട്ടിൽ ആശുപത്രികളിൽ മരണത്തോട് മല്ലടിച്ച് കിടപ്പുണ്ട്. നിങ്ങളെപ്പോലെ ഉള്ളവരുണ്ടായിട്ട് എന്താ സാറേ ഞങ്ങൾക്ക് ഗുണം? എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ വിഷമം. സാറിനറിയാമോ, ഒരു കെട്ടുറപ്പുള്ള വീട്ടിൽ എന്റെ മോളുമായി ജീവിക്കണമെന്ന് ഞാനും മണിയനും ഒത്തിരി ആഗ്രഹിച്ചു. കയ്യേറി ശീലമില്ല സാറേ. അതുകൊണ്ട് എപ്പോഴും അപേക്ഷമായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നേ. വെറും 5 സെന്റ് ഭൂമിക്ക് വേണ്ടി കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഏമാമാരില്ല. ഇനി വീട് വെക്കാൻ എനിക്ക് സ്ഥലം വേണ്ട. പക്ഷെ എന്റെ കുഞ്ഞ് മരിച്ചാൽ അവൾ അടക്കം ചെയ്യാൻ എനിക്ക് 5 സെന്റ് സ്ഥലം കിട്ടിയേ തീരൂ. അത് കിട്ടുന്നവരെ മണിയനെ നിങ്ങൾ പിടിക്കില്ല. ഓ, അപ്പൊ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? അങ്ങനെ കരുതിയാലും തെറ്റില്ല സാറേ. ആരെയും സ്വാധീനിക്കാൻ കഴിവില്ലാത്തവർക്ക് ഇതുപോലെയുള്ള ചില ചെറുത്തുനിൽപ്പ് മാത്രമേ സ്വന്തമായിട്ടുണ്ടാവൂ. എന്ത് വേണേലും അയക്കൂ. ഇപ്പൊ ഞാൻ പോകുന്നത് ഈ കാട് കയറാനാണ്. തിരിച്ചു വരുന്നത് മണിയനെ കൊണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളെ വന്നൊന്ന് കാണുന്നുണ്ട്. കുറ്റവാളികളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ ഈ നാട്ടിൽ നിയമമുണ്ടോ ഇല്ലയോ എന്ന്
ഞാൻ മനസ്സിലാക്കി തരാം. എല്ലാവരും സൂക്ഷിച്ചു വരണം. പാറക്കെട്ടുകളിൽ തെന്നി വീഴരുതാരും. എല്ലാം മഴ പെയ്ത് തെന്നിക്കിടക്കുക. സാറേ, നടന്നു കിടന്ന് തളർന്നു. ഈ കൊടുങ്കാട്ടിൽ നമ്മൾ എങ്ങനെ അവനെ കണ്ടെത്താനാ? കർണാടകയിലും തമിഴ്നാട്ടിലുമായി നീണ്ടുകിടക്കുന്ന ഈ കൊടുങ്കാട്ടിൽ കയറി ഒരാളെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. പക്ഷെ നമുക്ക് അവനെ പിടിച്ചേ പറ്റൂ. നമ്മുടെ ഫോഴ്സിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതിനോടകം അവൻ ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ടാവും. എവിടെ പോയി ഒളിച്ചാലും നമ്മൾ അവന്റെ അടുത്ത് എത്തിയിരിക്കും. എന്റെ കൂടെ 2 പേർ മതി. മൈക്കിൾ, ഇവരെയും കൂട്ടി ഇത് വഴി വയ്ക്കൂ. ഞങ്ങൾ ഈ തോട് കടന്ന് കാട്ടിലേക്ക് കയറിക്കൊള്ളാം. താനിതിനു മുമ്പ് കാട് കയറിയിട്ടുണ്ടോ? ഇല്ല സാറേ, കുടുംബമായിട്ട് ടൂറിനൊക്കെ വന്നപ്പോ കണ്ടിട്ടേ ഉള്ളൂ. അതൊന്നും അല്ലടോ കാട്. ദേ ഇതുപോലെ അകത്തോട്ട് അങ്ങ് പോണം. എന്നാലും അറിയൂ കാട് എന്താണെന്ന്. പട്ടാളത്തിനും പോലീസിനും പിടികൊടുക്കാതെ വീരപ്പൻ എന്ന കാട്ടുകള്ളൻ ഒറ്റയ്ക്ക് വർഷങ്ങളോളം വിലസിയതാടോ ഈ കാട്ടിൽ. പെട്ടെന്ന് കൈ എത്തുന്നില്ലടോ. എന്റെ കൈ തളരുന്ന പോലെ. പറ്റുന്നില്ലടോ, പറ്റുന്നില്ല. സംസ്ഥാനത്തെ പനിമരണം കൂടുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സർക്കാർ കാണിക്കുന്നത് തികഞ്ഞ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഇപ്പോൾ കിട്ടിയ വാർത്ത, കാട്ടിൽ കയറി രക്ഷപ്പെട്ട പ്രതി മണിയനെ അന്വേഷിച്ചു പോയ സംഘത്തിന്റെ തലവൻ SP ബാസി കാൽ വഴുതി കൊക്കയിലേക്ക് വീണു. വിശദമായ വാർത്തകളുമായി സനൽ ചേരുന്നു. സനൽ, എന്താണ് സംഭവിച്ചത്? വേണു, കൊലക്കേസ് പ്രതി മണിയനെ അന്വേഷിച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞാണ് SP ബാസിയും സംഘവും കാട് കയറിയത്. വളരെ ചെങ്കുത്തായ പാറ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാലുവഴുതി താഴേക്ക് വീണതെന്നാണ് കൂടെയുള്ള പോലീസുകാർ പറയുന്നത്. കൂടുതൽ ഫോഴ്സിനെ കൊണ്ടുവന്ന് പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വേണു, നന്ദി സനൽ. സനലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അമ്മേ, എന്റെ കാല്. ആരാത്? ആരാന്ന്? ഇവിടെ സാർ, മുകളിലേക്ക് നോക്ക്. ഞാനിതെവിടെയാ? ആരാ നീ? ആരാന്ന്? അത് കൊള്ളാം. എന്നെ അന്വേഷിച്ചല്ലേ സാറ് ഈ കാട് കയറി? കാണഞ്ഞപ്പോ ഞാൻ സാറിന് തിരക്കിറങ്ങിയതാ. ഞാൻ മണിയനാ സാറേ, മണിയൻ. നീ ആരോട് കളിക്കുന്ന നിനക്കറിയാമോ? അറിയില്ല സാറേ, പക്ഷേ ഏതോ ഉയർന്ന റാങ്കുള്ള പോലീസുകാരാണെന്ന് എനിക്ക് നന്നായി അറിയാം. കൊന്നു കളയുന്നതിന് ഞാൻ, അതിന് ഞാൻ മടിക്കില്ല. സാർ ആദ്യം എവിടെ കിടക്കുന്നതെന്ന് ചുറ്റും നോക്ക്. എന്നിട്ട് പറ, എന്നെ കൊല്ലണോ വേണ്ടയോ? ഇനി എന്നെ കൊന്നേ അടങ്ങൂ എന്നാണെങ്കിൽ ഒറ്റ വെടിക്ക് കൊന്നേക്കണം. അല്ലേ, ഈ പാറക്കല്ല് കണ്ടോ? ഇതെടുത്ത് ഞാൻ സാറിന്റെ തലയിലിടും. ചാകാനാണേ ഞാൻ സാറിനെയും കൊണ്ടേ പോകൂ. ഞാൻ ഇവിടെ എങ്ങനെ വന്നു? നീയാണോ എന്നെ ഇവിടെ കൊണ്ടിട്ടേ? അപ്പോ ഇന്നലെ രാത്രി കാൽ തെറ്റി വീണതൊക്കെ സാറ് മറന്നുപോയോ? കൂടെയുള്ള പോലീസുകാർ തെരച്ചിലൊക്കെ രാത്രി തന്നെ നിർത്തി. പക്ഷേ ഈ മണിയൻ അപ്പോൾ ആ സാറിനെ തേടി ഇറങ്ങി. ബോധം കെട്ട് കിടന്ന സാറിനെ എടുത്തുകൊണ്ട് എത്ര ദൂരം കാട്ടിലേക്ക് കയറിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ആനയെ പിടിക്കുന്ന ഈ കുഴിയിൽ സാറിനെ കൊണ്ടിട്ടത് ഞാൻ തന്നെയാ. ഈ കാട്ടിൽ എന്റെ ഫോഴ്സ് കയറിയിട്ടുണ്ട്. അവർ എത്തുന്ന വരെയുള്ളൂ നിന്റെ ഈ കളി. സാറൊക്കെ ഈ കാടിനെ പറ്റി എന്താ കരുതിയിരിക്കുന്നേ? ഈ മണിയൻ ഒരു രാത്രി കൊണ്ട് കയറിയ ദൂരം പിന്നിടാൻ സാറിന്റെ പോലീസുകാർക്ക് കുറഞ്ഞത് 2 ദിവസം വേണ്ടി വരും. കാടറിയാത്തവൻ കാട് കയറിയാ തിരിച്ചിറങ്ങി പോവാൻ കുറച്ച് പാടാ സാറേ. മനുഷ്യന്റെ കാല് പതിഞ്ഞ കാട്ടുപാതയിലൂടെ സാറിന്റെ പോലീസുകാർ കാട് കയറും. ഈ മണിയന് കാട് കയറാൻ അതിന്റെ ആവശ്യമില്ല. നിനക്കെന്താ വേണ്ടേ? എന്നെ എന്തിനാ നീ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നേ? അങ്ങനെ കാര്യത്തിലേക്ക് വാ സാറേ. എനിക്ക് വേണ്ടിയതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് സാറിന്റെ ശൗര്യമൽപ്പം കുറയട്ടെ. കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇതിൽ കിടന്നാൽ വാശിയൊക്കെ തനിയെ കുറയും. പിന്നെ ഈ വയ്യാത്ത കാര്യം കൊണ്ട് മുകളിലേക്ക് കയറാനൊന്നും നോക്കണ്ട. താഴെ വീണു പോകത്തേയുള്ളൂ. ഇനി കേറി വന്നാലോ? ഇത് വെറും കാടല്ല സാറേ, ടൈഗർ റിസർവ് ആണ്. കടുവയുടെ മുന്നിൽ ചെന്ന്
ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞ അത് സല്യൂട്ട് അടിച്ച് തിരിച്ചു പോകത്തൊന്നുമില്ല. അത് മറക്കണ്ട. എന്താ വേണ്ടതെന്ന് സാറോട് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും. മണിയൻ 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 പോകല്ലേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. മണിയൻ. ഡോക്ടറെ, ആ ശുഭ, കയറി വരൂ. എന്താ ഡോക്ടർ എന്നെ കാണണമെന്ന് പറഞ്ഞേ? പറയാം. ശുഭ ഇരിക്കൂ. എന്താ ഡോക്ടറെ, എന്താണേലും പറ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ ഇത് പറയുക എന്നറിയില്ല. ആസ് എ ഡോക്ടർ എനിക്കിത് പറയാതിരിക്കാനും കഴിയില്ലല്ലോ. മോളുടെ കണ്ടീഷൻ അല്പം മോശമാണ്. കുട്ടി മരുന്നുകളോടൊന്നും റിയാക്ട് ചെയ്യുന്നില്ലപ്പോ. ഏത് നിമിഷവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കേണ്ടി വരും. ശുഭ എന്തും നേരിടാൻ തയ്യാറായിരിക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ആശുപത്രി വരാന്തയിൽ ഊണും ഓർക്കുമില്ലാതെ പ്രാർത്ഥനയോടെ കൂടി ഞാൻ കാത്തിരുന്നത് എന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതി തന്നെയാ. എങ്കിലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ അവൾ എനിക്ക് ഇനി കിട്ടില്ല എന്ന് പറയുന്നു. ഒരാഴ്ചയായി എന്റെ മോൾ എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിയിട്ട് കണ്ണു തുറന്നൊന്ന് നോക്കിയിട്ട്. ഇങ്ങനെയുള്ള കിടപ്പ് എനിക്കിനി കണ്ടു നിൽക്കാൻ ആകില്ല ഡോക്ടറെ. ഇപ്പോ എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. ഒരു തവണ അവളെന്നെ അമ്മേന്നൊന്ന് വിളിക്കണം, എന്നിട്ട് അവള് പൊക്കോട്ടെ. ഇങ്ങനെ വേദന തിന്ന് എന്റെ കുട്ടി കഴിയുന്നതിന് നല്ലത് നശിച്ച ലോകത്തുനിന്ന് പോകുന്നതാ. ഹലോ 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 ഹലോ. എന്താ സാറേ, പോലീസുകാർ ആരും വന്നില്ലേ സാറിനെ രക്ഷിക്കാൻ? ഞാൻ ഓർത്തു സാറിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ട് കാടിറങ്ങി കാണുമെന്ന്. നിനക്കെന്താ വേണ്ടേ? സാറാന്റെ വയർലെസ് നന്നാക്ക്. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം പുറത്തു നിൽക്കുന്ന ഏമാന്മാരോട് പറ. മണിയൻ, നിങ്ങൾ നിയമത്തിന് കീഴടങ്ങണം. എന്നെ ഇവിടെ പിടിച്ചിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്ത കുറ്റം ഇല്ലാതാകുന്നില്ല. എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനുമാവില്ല. അല്ല സാറേ, ഞാൻ നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഓടി ഒളിച്ച് കാക്കിക്കരയതാണെന്ന് സാറിനോട് ആരാ പറഞ്ഞേ? നിയമത്തിന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങും. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു കാര്യം സാധിക്കണം. അത് സാധിക്കാതെ ഞാനും സാറും ഈ കാട് വിട്ട് പുറത്തിറങ്ങില്ല. എന്താ അത്? സാറിന്റെ മോളെ കണ്ടോ? ആശുപത്രിയിൽ മരിച്ചുകൊണ്ടിരിക്കുക. ഏതു നിമിഷവും അവൾ ഞങ്ങളെ വിട്ടു പോകുമെന്ന് എനിക്കറിയാം. ഈ കാടിനോട് ചേർന്ന് പുറത്തുള്ള ഒരു 5 സെന്റ് ഭൂമിക്ക് വേണ്ടി ഞാനും ഭാര്യയും നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അടച്ചുറപ്പുള്ള വീട്ടിൽ എന്റെ മോളുമൊത്ത് ജീവിക്കണമെന്നേ ഞാൻ ആശിച്ചിട്ടുള്ളൂ. കാശും സ്വാധീനവുമുള്ള മുതലാളിമാർക്ക് കാട് കയ്യേറാം, റിസോർട്ട് കെട്ടാം, തടി വെട്ടാം. ആരും തടയില്ല. പക്ഷെ എന്നെപ്പോലെയുള്ള അത്താഴ പട്ടിണിക്കാര് ഒരു 5 സെന്റ് സ്ഥലം ചോദിച്ചാൽ അതിനെ തടയിടാനും മുടക്കാനും ഇവിടെ ആളുകളുണ്ട്. സ്വന്തം മണ്ണിൽ എന്റെ മോളെ മറവ് ചെയ്യണം. അതിന് അനുവാദം കിട്ടാതെ ഈ കാട് വിട്ട് നമ്മൾ പുറത്തിറങ്ങില്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവന്റെ വാക്കായത്. പുറം ലോകം ഇനി കാണില്ല എന്ന് പറഞ്ഞ കാണില്ല. ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ പീഡനത്തിനിരയായ പെൺകുട്ടി അല്പം മുമ്പാണ് മരണമടഞ്ഞത്. സ്ഥലത്ത് നല്ല സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ. ഇതിനിടയ്ക്ക് സ്ഥലം വിട്ടുകൊടുക്കാതെ കാട് വിട്ട് പുറത്തിറങ്ങില്ല എന്ന വാശിയിൽ തന്നെയാണ് മണിയൻ ഇപ്പോഴും. ശുഭ ഇപ്പോൾ മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹവുമായി ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യുവജന സംഘടനകളും ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതെ, നിങ്ങളിങ്ങനെ ഒച്ചയെടുത്തിട്ട് ഒരു കാര്യവുമില്ല. ശുഭേ,
നിങ്ങൾക്ക് വനഭൂമി തരാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എതിർപ്പില്ലെന്ന് ഇതിൽ വ്യക്തമായി എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഇത് കളക്ടറേറ്റിൽ കൊണ്ട് കാണിച്ചാൽ മതി, നിങ്ങൾക്ക് വനഭൂമി പതിച്ചു കിട്ടാനുള്ള ഓർഡർ കിട്ടും. ഇപ്പോൾ എവിടുന്ന് വന്നു സാറേ ഈ പേപ്പറുകൾ? ഇതിനു വേണ്ടി ഞാൻ എത്ര നാളെ ഈ ഓഫീസിൽ കയറി ഇറങ്ങി. എന്റെ കുഞ്ഞ് ആശുപത്രിയിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ സാറിന്റെ മുമ്പിൽ വന്ന് കെഞ്ചിയില്ലേ? ചുവപ്പ് നാടയിൽ കുരുക്കി എന്നെ പോലെ എത്ര പേരുടെ ജീവിതമാ നിങ്ങൾ എല്ലാരും കൂടി നശിപ്പിച്ച്. ഈ കിടക്കുന്ന കണ്ടോ സാറേ? വെറും 7 വയസ്സുള്ള കുഞ്ഞാ. നിലത്ത് വെക്കാതെ കൂടെ കൊണ്ട് നടന്ന എന്റെ കുഞ്ഞിനെ കുഴിയിൽ കിടത്തി മണ്ണിടുമ്പോ ഉള്ള വേദന ഉണ്ടല്ലോ സാറേ, അത് ഊഹിക്കാൻ പറ്റുമോ? ശുഭേ, സംസാരിച്ചു നിൽക്കാതെ ഈ പേപ്പറുകൾ കളക്ടറേറ്റിൽ എത്തിക്കൂ. എന്നിട്ട് കുഞ്ഞിനെ മറവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇല്ല സാറേ, ഇനി ഇതിന്റെ പേരിൽ ഞാൻ ഒരു സർക്കാർ ഓഫീസിലും കയറില്ല. കളക്ടറേറ്റിലോ റവന്യൂ ഓഫീസിലോ എവിടെയായാലും സാറ് തന്നെ പോയി ഉത്തരവ് മേടിച്ചു കൊണ്ടുപോവാ. അതുവരെ ഞാനും എന്റെ കുഞ്ഞും ഇവിടെ തന്നെ കാണും. മണിയൻ, മണിയൻ, എന്താ സാറേ? തനിക്ക് സ്ഥലം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. കളക്ടർ ലൈനിലുണ്ട്. വിശ്വാസമായില്ലേൽ സംസാരിക്കാം. വേണ്ട സാറേ, എനിക്ക് സാറിന് വിശ്വാസം. പിന്നെ തന്റെ മകൾ അല്പം മുമ്പ് മണിയൻ, മണിയൻ, മണിയൻ. ഈ വള്ളിയിൽ പിടിച്ച് കേറിക്കോ സാറേ, ഞാൻ പിടിച്ചോളാം. പിടിച്ചോ സാറേ, മുറുക്കി പിടിക്കേ. ചെയ്തത് തെറ്റാണെന്നറിയാം, എങ്കിലും പുറത്തേക്കണ സാറേ. ഞാൻ ചെയ്ത ദ്രോഹത്തിന് എന്നെ എങ്ങനെ വേണമെങ്കിലും സാറ് ശിക്ഷിച്ചോ. കൈ കെട്ടി നിന്നോളാം ഞാൻ. താൻ എന്നെ ട്രാപ്പിലാക്കിയെന്ന് മനസ്സിലാക്കിയ നിമിഷമുണ്ടല്ലോ, എനിക്കെന്നെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നോട് അതില്ല. നിന്റെ മകളെ അടക്കം ചെയ്യാൻ അല്പം മണ്ണിന് വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്? ഒരു പെൺകുട്ടിയുടെ അച്ഛനാ ഞാനും. എനിക്ക് മനസ്സിലാവും നിന്റെ വേദന. അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്ക് ക്ഷമിക്കാനുമാകും. പക്ഷെ നീ ഒരു കൊലപാതകം ചെയ്തവനാ. നിയമത്തിന് മുന്നിൽ നിന്നെ എത്തിച്ചേ പറ്റൂ. എന്റെ ഡ്യൂട്ടിയാണത്. നിയമത്തിന് മുന്നിൽ നിന്നും ഞാൻ ഒളിച്ചോടില്ല. അതിനുവേണ്ടിയല്ലല്ലോ സാർ ഞാൻ ഈ കാട് കയറിയത്. എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചവനെ ഞാൻ കൊന്നു. അതിലെനിക്കൊരു പശ്ചാത്താപവുമില്ല. അവനെ പോലെയുള്ളവർ ഇന്ന് നമ്മുടെ ജയിലുകളിൽ തിന്നു കൊഴുത്ത് സുഖിച്ചു കിടക്കുന്നില്ലേ? അതുപോലെയുള്ള ആനുകൂല്യം എനിക്ക് വേണ്ട സാറേ, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ മേടിക്കുന്ന വക്കീലന്മാരില്ല. കാരണം ഞാൻ വേട്ടക്കാരനല്ല, വെറും ഇരയാണ്. പുറപ്പെടാം സാറേ, ഇപ്പൊ നടന്ന പുലരും മുമ്പ് കാടിറങ്ങാം. എന്നിട്ട് എന്റെ മോക്ക് ഒരു പിടി മണ്ണിടണ്ടേ? അവളുടെ നെറ്റിയിൽ അവസാനമായി എനിക്കൊരു ഉമ്മ കൊടുത്ത് യാത്രയാക്കേണ്ട എന്റെ സാറേ. എന്നിട്ട് വേണം എനിക്ക് കൊലമരത്തിലേക്ക് യാത്രയാകാൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയത് മണിയൻ ശ്രീജിത്ത് ഫാറൂഖ്, കാണൂർ ബാസി രമു രമേശ്, ശുഭ പൂജ ഉണ്ണികൃഷ്ണൻ, മൈക്കിൾ അബി ഉപാസന, ദിവാകരൻ അമൽ ജോൺ,
സുധാകരൻ ചാക്കോ, ഡോക്ടർ ജയകുമാർ, ടോമി, അരുൺ മോഹൻ, പോലീസ് ജോസ് ഫ്രാൻസിസ്, രാമേട്ടൻ, ഉണ്ണികൃഷ്ണൻ, ന്യൂസ് റിപ്പോർട്ടർ ജാഷിദ്, ശബ്ദലേഖനവും പശ്ചാത്തല സംഗീതവും ഷിബിൻ പി സിദ്ദീഖ്, ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ.